ആരാണ് എയ്ത്തീസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന അല്ലേ, ഇഫ് 50 million people say a foolish thing, it's still a foolish thing. ലോകം മുഴുവൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ് വി ക്യാൻ സേ ആളുകൾ നുണ ജീവിക്കുകയാണ്. ദേ ലിവ് ലൈസ്. നമ്മൾ സൂര്യനും ചന്ദ്രനും തമ്മിൽ കമ്പയർ ചെയ്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് വളരെ കഠോരമായിട്ടുള്ള പ്രകാശമാണ്, ചൂടുണ്ട്, തീഷ്ണതയുണ്ട്. സോ നോബഡി വാണ്ട് ടു സ്റ്റാൻഡ് ഇൻ സൺലൈറ്റ് അല്ലേ. കളർ കോംപ്ലക്ഷനൊക്കെ പോവും, സ്കിന്നൊക്കെ പോവും. പക്ഷെ എല്ലാവർക്കും ചന്ദ്രപ്രകാശത്തിൽ പോയി നിൽക്കാൻ വളരെ ഇഷ്ടമാണ്, വളരെ കൂളാണ്. ചിലപ്പോൾ അത്താഴ വിരുന്നുകളൊക്കെ നിലാവ് ഒഴുകുന്ന രാത്രികൾ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്, കപടമാണ്, അതൊരു പ്രതിഫലന പ്രകാശമാണ്. ആ പ്രകാശം പോലും വരുന്നത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പ്രകാശമാണ്. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് അസലാണ്, റിയലാണ്. പക്ഷേ റിയാലിറ്റിയോട് ആർക്കും താല്പര്യമില്ല. സത്യമാണ്, സൂര്യൻ എന്ന് പറയുന്നത് പ്രകാശം എന്നുള്ളതാണ് സത്യം. ചന്ദ്രന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ നുണയാണ്. പക്ഷെ നുണകളിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു വലിയൊരു വാസനയാണ്. സ്വീകാര്യമായതിനെ നുണയാണെങ്കിലും സ്വീകാര്യമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നടത്തുന്ന അഴിമതി നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഗുണഭോക്താവ് നിങ്ങളാകുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾ അഴിമതിക്കെതിരെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ചിലർക്ക് കിട്ടുന്നു എന്നുള്ള നമ്മുടെ മിനിമം ഇതാണ്. നിങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ ദിശയും സൂചനയൊക്കെ മാറും. ഈ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയം തന്നെ, ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയം തന്നെ വർക്ക് ചെയ്യുന്നത് മനുഷ്യൻ്റെ അസൂയ ഗ്രന്ഥികളെ പഴിപ്പിച്ചുകൊണ്ടാണ്. നിനക്ക് കിട്ടുന്നില്ല, പക്ഷെ അത് വേറെ പലർക്കും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ മുഷ്ടി വരികയാണ്. അത് ശരി, വേണം താനും, അതിനകത്ത് ഞാൻ തർക്കം പറയുന്നില്ല. മനുഷ്യൻ്റെ ഒരു ബേസിക് സൈക്കോളജി ഉണ്ട്. മതം അങ്ങനെ ഒരു സാധനമുണ്ട്. മതത്തിൻ്റെ പലരും മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം, അതാണ് ഒരു സൗകര്യം. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു, കൂടെ പോവുക എന്നുള്ളൊരു സൗകര്യം. അപ്പോൾ ആളുകൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ് സിസ്റ്റമാണ്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്ക് ഉണ്ട്, അവിടെ ജോലി കൊടുക്കാൻ കഴിയും, സമ്പത്തുണ്ട്, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. മരണം വരുമ്പോൾ, ജനനം വരുമ്പോൾ കൂടെ നിൽക്കാനൊക്കെ ഭയങ്കര ഒരു ഗ്രൂപ്പ് ഫീലിംഗ് കിട്ടും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, മതം ഇല്ലെങ്കിൽ എന്ത് പകരം കൊടുക്കാനാണ് നിങ്ങളുടെ ഉള്ളത്? നിങ്ങളുടെ അങ്ങനെ വല്ല സാധനം ഉണ്ടോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർഗനൈസ്ഡ് റിലീജിയൻ വന്നിട്ട് ഒരു കഷ്ടിച്ചൊരു 3000 വർഷം പോലും ആയിട്ടില്ല. ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ജൂതമതമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ മതം എന്ന് പറയുന്ന സാധനം തന്നെ പുതിയ സാധനമാണ്, വളരെ പുതിയ സാധനമാണ്. ആളുകൾ 1,500,000 വർഷം പഴക്കമുണ്ട് ഹോമോസാപ്പിയൻസിന്. 70,000 വർഷമായപ്പോൾ നമുക്ക് ഭാഷ കിട്ടി. പിന്നീട് നമ്മളിങ്ങനെ നീണ്ട കാലഘട്ടത്തിൽ ജീവിച്ചത് നമുക്ക് ഭയങ്ങളുണ്ടായിരുന്നു. ഈ ഭയങ്ങളാണ് ദൈവങ്ങളായിട്ട് വന്നത്. ഇടിമിന്നൽ തൊട്ട് വെള്ളപ്പൊക്കം തൊട്ട് ഇതെല്ലാം ദൈവങ്ങളായിട്ട് വരുന്നത് തന്നെ ശരിക്കും ഭയങ്ങളാണ്. ഇതൊന്നും ഇല്ലാതെ ജീവിച്ച മനുഷ്യനാണ് മതം ഉണ്ടാക്കിയത്. അതായത് 1,00,000 വർഷം പോട്ടെ, 1,00,000 വർഷം എടുത്തു കഴിഞ്ഞാൽ അതിൽ 97,000 വർഷവും മതമില്ലാതെ ജീവിച്ചവരാണ് മതം ഉണ്ടാക്കിയത്. ആ മതം കൊണ്ടാണ് പിന്നീട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് വളരെ ചപലമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നതിന് തുല്യമായ ഒരു ചോദ്യം ഞാൻ കുറേ ചെയ്യുന്നു. വാട്ട് ഇഫ് ദർ ഇസ് നോ റേസിസം? വംശീയത ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിച്ചു പോകും എന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വാട്ട് ഇഫ് ദർ ഇസ് നോ പോവർട്ടി? ദാരിദ്ര്യം ഇല്ലെങ്കിൽ, ദാരിദ്ര്യമാണ് നമ്മൾ ഇത്രയും നാൾ നിലനിർത്തിയത്. ദാരിദ്ര്യം കാരണമാണ് നമ്മൾ കൃഷി ചെയ്തത് അല്ലേ? നമുക്ക് ഈസിലി അവൈലബിൾ ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൃഷിയിലേക്ക് പോയത്. അഗ്രികൾച്ചർ വന്നു, പിന്നെ അതിനനുസരിച്ചുള്ള സംസ്കാരം വന്നു, കല വന്നു, പ്രൊഡക്ഷൻ വന്നു. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ഓഫ് ഓൾ കൾച്ചേഴ്സാണ്. അതൊക്കെ ഈ ദാരിദ്ര്യത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചോണം ഉള്ളൂ ഈ മതത്തിൻ്റെ കാര്യം. അല്ലെങ്കിൽ വാട്ട് അബൌട്ട് ഇഫ് ദർ ഇസ് നോ അൺടച്ചബിലിറ്റി? വാട്ട് ഇഫ് ദർ ഇസ് നോ പെസ്റ്റിലൻസസ്? പകർച്ചവ്യാധികൾ എന്നും മനുഷ്യരാശിയുടെ ഭാഗമായിരുന്നു. അതില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? വാട്ട് ഇഫ് ദർ ഇസ് നോ കറപ്ഷൻ? അഴിമതി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? എങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോകും? ചെലവയ്ക്ക് മദ്യം കുഴപ്പമൊക്കെ ആയിരിക്കും, പക്ഷെ അതില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പകരം വെക്കാനുണ്ടോ എന്ന് ചോദിക്കണം. ഡ്രഗ്സിന് പകരം എന്തെങ്കിലും വെക്കാനുണ്ടോ? ഇതൊന്നും മതത്തിൻ്റെ കാര്യം അങ്ങനെയുള്ളൂ. ഇതിന് പകരം ആവശ്യമില്ല, അതാണ് സത്യം. ഈ പകരം എന്തെന്ന് ചോദിക്കുന്നത്, ഇതിനൊന്നും ഒരു പകരം ആവശ്യമില്ല. ഇതൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്, ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ ഇതില്ലാതെ തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഇതില്ലാത്ത മനുഷ്യർ ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ മതം ഓൾമോസ്റ്റ് ഡെഡാണ്. അവർക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനമുള്ളത്, ഏറ്റവും കൂടുതൽ പുരോഗതിയുള്ളത്, ഏറ്റവും നല്ല ജനാധിപത്യമുള്ളത്. സ്ത്രീകൾക്ക് ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നേറിയ രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവിടെ പള്ളിയിലെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 10% താഴെയാണ്. ഈവൻ നിങ്ങൾ ഈ ഇവിടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ കൊണ്ടുവന്ന ഇംഗ്ലണ്ടിൻ്റെ കാര്യം എന്താണ്? ഇപ്പം ഇംഗ്ലണ്ടിലെ ഭൂരിപക്ഷം ആളുകൾ അവിശ്വാസികളാണ്. ഇപ്പോൾ കുരിശ് യുദ്ധങ്ങൾ നടത്തിയ ഒരു രാജ്യമാണ്. യൂറോപ്പിലെ പള്ളികളെല്ലാം ലേലം ചെയ്ത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കന്യാസ്ത്രീകളാകാൻ ആളില്ല, അച്ഛന്മാരാൻ ആളില്ല, എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ഇവിടുന്ന കേരളത്തിൽ നിന്നാണ്.
നിങ്ങൾ ലണ്ടനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മലയാളികളെ കൂട്ടിയിടിച്ച് വീഴുകയാണ്. മിക്കവാറും ലണ്ടനിലായാലും കാനഡയിലായാലും ഓസ്ട്രേലിയയിലായാലും അവിടുത്തെ പള്ളികളിൽ മൊത്തം മലയാളികളാണ്. അവിടുത്തുകാരും ഇല്ല അവിടെ. അവർക്കൊക്കെ ഇത് മനസ്സിലായത് മാത്രമല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇടപെടൽ വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നു. അമേരിക്കയിൽ ആരാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവിടുന്ന് പോയ ഹിന്ദുക്കളാണ്. അവിടുത്തെ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളി ഇവിടുത്തെ പോയ ആൾക്കാരാണ്. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും മലയാളിയുടെ ഒരു വലിയൊരു സാധനമാണ് പൂജാരികളെ എക്സ്പോർട്ട് ചെയ്യുക. അല്ല, നമ്മുടെ രാധാകൃഷ്ണൻ യന്ത്രം എക്സ്പോർട്ട് ചെയ്യുന്നത് പോലെ